ഹരി രണ്ട് കൈകൾ കൊണ്ടും റോഷ്നെ മുറുകെ കെട്ടിപ്പിടിച്ചു. രണ്ട് കൈകളും അവളെ ഇടുപ്പിലായി ശക്തിയിൽ മുറുകെ കഴിഞ്ഞിരുന്നു. റോഷ്നിയും അവനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ചുണ്ടുകൾക്കിടയിൽ നിന്നും അവയെ ഞൊട്ടി നുഴയുന്ന ശബ്ദം മാത്രം ഉയർന്നു കേട്ടു. പതിയെ തുടങ്ങിയതെങ്കിലും റോഷ്നി കൂടെ അവന്റെ ചുണ്ടുകളും നുഴഞ്ഞു തുടങ്ങിയപ്പോൾ ആ ചുംബനത്തിന് വേഗത കൂടി. ചുണ്ടും കടന്ന നാവുകൾ തമ്മിൽ കൂട്ടിമുട്ടി തുടങ്ങിയപ്പോൾ രണ്ടുപേരും കൂടെ ബെഡിൽ ഉരുണ്ടു മറിഞ്ഞു. റോഷ്നി ഒരു മൂടലോടെ അവന്റെ ചുണ്ടിൽ നിന്നും അവളുടെ ചുണ്ടുകളെ പിന്നിലേക്ക് വലിച്ചു. ഹരി കിടന്ന കിടപ്പിൽ കിതച്ചുകൊണ്ട് അവളെ നോക്കി. റോഷ്നി അവന്റെ മുകളിൽ കിടന്നെടുത്തുനിന്ന് അവന്റെ മുകളിൽ അരയിലായി കയറിയിരിക്കുകയാണ്. സാരി ആയതുകൊണ്ട് ഇരിപ്പൊന്നും ശരിയാവുന്നില്ല. ഇതെല്ലാം കുത്തി തറയ്ക്കണം. റോഷ്നി അവളുടെ സാരിയിൽ പിടിച്ച് ഈർഷ്യത്തോടെ പറയുമ്പോൾ ഹരി അവളുടെ ഉമ്മിനീരിൽ കലർന്ന ചുണ്ടിൽ നിന്നുമുള്ള നോട്ടം മാറ്റി റോഷ്നി മൊത്തത്തിൽ നിന്ന് നോക്കി. സാരിയും മുല്ലപ്പൂവും ആഭരണങ്ങളും. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കായാലും ഇങ്ങനെ കുത്തി മറയുമ്പോൾ ദേഷ്യം തോന്നും. നമുക്കിതൊക്കെ അഴിക്കാൻ വാ. ഹരി ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നതിന്റെ ഒപ്പം റോഷ്നിയുടെ ഇടുക്കിൽ പിടിച്ച് നേരെ ബെഡിലേക്ക് ഇറക്കിയിരുത്തി. ആദ്യം അവളുടെ കമ്മൽ അഴിച്ചു, ഒപ്പം അവിടെ നിന്ന് ചുംബിച്ചു. റോഷ്നി ഒരു ചീരിയുടെ മുഖം ചേരിച്ചപ്പോൾ ഹരി ആ ചെവിയിൽ നാവുകൊണ്ട് തഴുകി തലോടി വിട്ടു. റോഷ്നി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. അവന്റെ ഉമ്മിനീർ അവിടെ തട്ടിയപ്പോൾ അവളുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഹരിയുടെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു. താലി ഒഴിച്ച് എല്ലാം അവൻ ആ കഴുത്തിൽ നിന്നും ആഴ്ച ബെഡിലേക്ക് ഇട്ടു. കയ്യിൽ നിന്നും വളകളും അഴിച്ചു. എന്തിന് കാലിൽ കിടക്കുന്ന പാദസരം വരെ അവൻ അഴിച്ചു മാറ്റി അവിടെ ഒരു ഉമ്മ കൊടുത്തു. സാരി അഴിക്കാം. നിൽത്തുനിന്നും എഴുന്നേറ്റ് റോഷ്നിയുടെ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിന്റെ ഒപ്പം പറഞ്ഞു. റോഷ്നി അത് വേണോ വേണ്ടേ എന്നപോലെ ഒരു നിൽപ്പ് നിന്ന്. അപ്പോഴേക്കും ഹരി അവളെ ഷോട്ടിൽ നിന്ന് പിന്നഴിച്ചു മാറ്റിയിരുന്നു. അത് ഊർന്ന് വീഴുന്നതിന് മുൻപ് അവളത് മാറിലായി അമർത്തി പിടിച്ചു. ഞാനിത് അഴിച്ചു മാറ്റി നൈറ്റ് ഇട്ടിട്ട് വരാം, അതാണ് നല്ലത്. ഹരിയുടെ കൈവിട്ട് റോഷ്നി ബാത്റൂമിലേക്ക് ഓടാൻ നിന്നതും ഹരി ആ സാരിയിൽ പിടിച്ച് ഒരൊറ്റ വലി വെച്ചു കൊടുത്തു. റോഷ്നി ബെഡിലേക്ക് വീണുപോയി. ആ കിടപ്പിൽ നിന്നും ഹരി സാരി മുഴുവനായും അഴിച്ച് നിലത്തേക്കിട്ടു. റോഷ്നി ഇപ്പോൾ ഒരു ബ്ലൗസും പാവാടയും മാത്രം ഇട്ടുകൊണ്ടാണ് കിടക്കുന്നത്. എവിടെയും കൈകൊണ്ട് മറയ്ക്കാനൊന്നും ഇല്ലെങ്കിലും സ്ത്രീ സഹജമായൊരു നാണം അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹരി ഇട്ടിരുന്ന ടീഷർട്ട് അഴിച്ച് നിലത്തേക്കിട്ട് റോഷ്നിയുടെ ശരീരത്തിലേക്ക് ചാടി. അവന്റെ മുഖം തന്റെ മുഖത്തിന് നേരെ വരുമെന്ന് കരുതി റോഷ്നിയുടെ ചിന്തകളെ പാടെ തെറ്റിച്ചുകൊണ്ട് അവന്റെ മുഖം അവളുടെ വയറിലായി അമർന്നു. ഹരി അവന്റെ താടിയും മേശയും കുത്തി ഇക്കിളിപ്പെടുത്തിയപ്പോൾ റോഷ്നി കിടന്നെടുത്ത് കിടന്ന് പുളഞ്ഞു. ഒപ്പം രണ്ട് കൈകൾ കൊണ്ടും അവന്റെ തലമുടിയിൽ അമർത്തി പിടിച്ചു വലിച്ചു. ഹരിയുടെ നാവ് കുത്തി ഇറങ്ങിയപ്പോൾ റോഷ്നിയുടെ കാലുകൾ രണ്ടും മുകളിലേക്കും താഴേക്കും പുതപ്പിനെ ഞെരിച്ചുകൊണ്ടിരുന്നു. ഹരിയുടെ മുഖം അവിടുന്ന് മുകളിലേക്ക് ഉയർന്നു വന്നു. മാറിലായി അവന്റെ മുഖം അമർന്നുരഞ്ഞുകൊണ്ട് റോഷ്നിയുടെ മുഖത്തിന് നേരെ മുകളിലായി വന്നു നിന്നു. ഇത് അഴിക്കട്ടെ, എനിക്ക് കാണാം. വീഡിയോ കോൾ വിളിച്ചിട്ട് മനഃപൂർവ്വം നീ ഇതൊക്കെ കാണിച്ചിട്ട് എന്നെ കുറേ വെള്ളം കുടിപ്പിച്ചതാ, അഴിക്ക്. ഹരിയുടെ വാക്കുകളിലും പ്രവൃത്തിയിലുമൊക്കെ വല്ലാത്ത ധൃതി വന്ന പോലെ പറയുന്നതിനൊപ്പം ജാക്കറ്റിന്റെ അവിടെയും ഇവിടെയും ഒക്കെയുള്ള അവൻ പിന്നെ വലിച്ചുകൊണ്ടിരുന്നു. റോഷ്നിയാണെങ്കിലോ ഏതോ സ്വപ്നത്തിലെന്ന പോലെ കിടക്കുകയാണ്. ഹരി റോഷ്നിയെ പൊക്കി. ജാക്കറ്റ് അഴിച്ചതും ഹരിയുടെ കണ്ണ് മുഴുവനായും അങ്ങോട്ട് പതിഞ്ഞു. അതിനു മുൻപേ റോഷ്നി ബെഡിലേക്ക് കമിഴ്ന്നു വീണു. ഹരിയുടെ ശ്വാസം ഒന്ന് നിലച്ചു. അവൻ ആ പുറത്തെ അവസാനത്തെ വസ്ത്രത്തിന്റെ കൊളുത്തും അഴിച്ചു. അങ്ങനെ കിടന്നുകൊണ്ട് ആ പാവാടയും അവൻ വലിച്ചു മാറ്റി. നിലത്തേക്ക് വീണ പുതപ്പ് രണ്ടുപേരുടെയും മുകളിലേക്ക് മറയായിട്ടുകൊണ്ട് ഹരി അവൾക്ക് മുകളിലേക്ക് കിടന്നു. ഹരിയുടെ ശരീരത്തിലെ മാറ്റം അവളെ നഗ്നമായി പുറത്തറിഞ്ഞതും റോഷ്നി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. ഹരി അവളെ ഇത്തിരി ബലം കൊടുത്ത് തിരിച്ചു കിടത്തി. ഇങ്ങനെ നാണിച്ചു കിടക്കാതെ കുഞ്ഞി, നിന്റെ ഹരിയേട്ടനല്ലേ, പാവല്ലേ, ഇഷ്ടം കൊണ്ടല്ലേ, കൊതി കൊണ്ടല്ലേ. ഓരോ വാക്ക് പറയുമ്പോഴും അവന്റെ ചുണ്ടുകൾ അവളെ ശരീരത്തിലൂടെ ഒഴുകി ഒഴുകി പറന്നു നടന്നു. സമയം നീങ്ങുന്നതിനനുസരിച്ച് ഹരി റോഷ്നിയെ അവന്റെ വരുതിയിലാക്കിയിരുന്നു. ഹരിയുടെ ഇഷ്ടത്തിന് റോഷ്നി അവനെ സ്നേഹിച്ചു കൊന്നു. ആദ്യം തോന്നിയ മടിയും നാണവുമൊക്കെ അവസാനമായപ്പോഴേക്കും അവൾ നിന്ന് മാഞ്ഞുപോയി. രണ്ടുപേരും കൂടെ ഒരു മത്സരമായിരുന്നു. നേരം പുലരുന്നത് വരെ പല രൂപത്തിൽ പല ഭാവത്തിൽ. എപ്പോഴും ക്ഷീണം രണ്ടുപേരെയും ഒരുപോലെ തളർത്തിയപ്പോൾ ഇനിയൊരു അംഗത്തിന് വയ്യെന്ന പോലെ രണ്ടുപേരും സുഖമായി കണ്ണുകൾ അടച്ചു കളഞ്ഞു. ഫോണിലേക്ക് നിർത്താതെ കോൾ വരുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് റോഷ്നി കണ്ണുകൾ തുറന്നത്. അടുത്ത് കിടന്നവൻ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് അവളെ കിടപ്പ്. അതൊന്ന് സൈലന്റ് ആക്കി കുഞ്ഞി, ഉറങ്ങാനും സമ്മതിക്കില്ല. ഹരി ഉറക്കം വിട്ടുമാറത്തെ ഈർഷ്യയോടെ പറയുമ്പോൾ റോഷ്നി കൈ എത്തിച്ച് ഫോൺ എടുത്ത് നോക്കി. സുഭദ്രയാണ്. എന്താമ്മ, വേറൊരു പണിയില്ലാഞ്ഞിട്ടാണോ നേരം വെളുക്കുമ്പോഴുള്ള ഈ വിളി? ഞാൻ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് വിളിക്കാം. പറയിലും ഫോൺ കട്ട് ചെയ്ത് ടേബിളിലേക്ക് വെച്ചു. നഗ്നമായി മാറിലൊരുത്തിന്റെ ഉമ്മനീരിന്റെ നന പറഞ്ഞതും റോഷ്നി പുതപ്പ് അവളെ തലവഴി ഇട്ടുകൊണ്ട്
അതിനുള്ളിലേക്ക് പതുങ്ങി. എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് കുളിച്ചു മാറ്റി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. നേരം വൈകി എഴുന്നേറ്റതിൽ റോഷ്നിയുടെ മുഖത്ത് യാതൊരു ടെൻഷനുമില്ല. ഉപദേശിക്കാനോ വഴക്ക് പറയാനോ ആരും ആ വീട്ടിലില്ല. ഉള്ളയാളാണെങ്കിൽ സ്വന്തം ഏട്ടനും മേട്ടത്തി, അവരാണെങ്കിൽ അങ്ങനെയൊന്നും പറയത്തുമില്ല. പക്ഷെ താഴേക്ക് വന്നപ്പോൾ റോഷ്നിയുടെ മുഖം മാറി. കാരണം താഴെ വല്യമ്മമാരും അവരുടെ മക്കളും മരുമക്കളും ഒക്കെയുണ്ട്. റോഷ്നി ദയനീയമായി ഹരിയെ നോക്കിയപ്പോൾ അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. റോഷ്നി റയാൻഷിനെ തിരഞ്ഞു. അവിടെ ഇങ്ങും കാണുന്നില്ല. ചിലപ്പോ വീട്ടിലേക്ക് പോയി കാണും. ഏട്ടത്തി, ആ ഒരു വിളിയുടെ റോഷ്നി അടുക്കളയിലേക്ക് പോയപ്പോൾ ഹരി മുറ്റത്തേക്ക് ഇറങ്ങി. റോഷ്നി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. അതിനിടയിൽ നിന്ന് ലച്ചു അവളെ അടുത്തേക്ക് വന്നു. ഒരു കല്യാണപ്പെണ്ണ് എഴുന്നേറ്റ് വരുന്ന സമയമാണോ ഇത്? പേടിക്കാൻ ആരുമില്ലല്ലോ അല്ലേ? വല്യമ്മ മുഖത്ത് നോക്കി പറഞ്ഞു. റോഷ്നി ഒരു വല്ലായ്മയുടെ അവരെ നോക്കി. രാത്രി കിടക്കാൻ ഒത്തിരി വൈകി ആൻറ്റി. രാവിലെ അലാം വെച്ചതൊന്നും അറിഞ്ഞതേയില്ല. ഹരിയാണെങ്കിൽ വിളിച്ചതുമില്ല, പുറത്തേക്ക് വിട്ടതുമില്ല. റോഷ്നി ഇത്തിരി നാണം കലർന്ന രീതിയിൽ പറയുമ്പോൾ, അയ്യേ ഈ പെൺകൊച്ചി ഇതെന്തൊക്കെയാ പറയുന്നെന്ന പോലെ അവിടെ മുഖം ഇരുണ്ട്. ബാക്കിയുള്ളവരുടെ ചുണ്ടിലൊക്കെ ഒരു ചെറു ചിരി വിരിഞ്ഞു. നാണത്തിൽ കലർന്നൊരു ചിരി. റോഷ്നിയോട് പിന്നെ ആരും ഒന്നും ചോദിച്ചില്ല. ചോദിക്കാനുള്ള ധൈര്യമില്ലെന്ന് വേണം പറയാൻ. എനിക്കൊരു കോഫി വേണം ലച്ചുമാ. എന്താ ചെയ്തുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ലച്ചുവിന്റെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് റോഷ്നി പതിയെ പറഞ്ഞു. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ലച്ചുമ എന്നൊരു വിളി റോഷ്നി ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇനി കോഫി കുടിക്കണ്ട, കുറച്ചു കഴിഞ്ഞ് ലഞ്ച് കഴിക്കാം. ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നുകൊണ്ട് ലച്ചു പറയുമ്പോൾ റോഷ്നി ലച്ചുവിന്റെ കള്ളൊരു കടി കൊടുത്തു. നല്ല തലവേദനയുണ്ട്, ഒരു കോഫി കുടിച്ചാൽ മാറിയാലോ? റോഷ്നി പറയുമ്പോൾ ലച്ചു അവളെ മുഖം ചിരിച്ചു നോക്കി. മുഖമൊക്കെ ഒന്ന് വാടിയതുപോലെയുണ്ട്. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പുതുപ്പെണ്ണിനെ ചേല്. ലച്ചു കോഫി ഉണ്ടാക്കി കൊടുത്തു. റോഷ്നി അടുക്കളയിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവൾക്കൊപ്പം ലച്ചുവിനെയും ഇരുത്തി. ലച്ചു രാവിലെ കഴിച്ചാലും ഒരു 10-11 മണിയൊക്കെ ആയാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് പതിവാണ്. അതറിയാവുന്നത് കൊണ്ടാണ് റോഷ്നി അവളെ നിർബന്ധിച്ച് കൂടെ ഇരുത്തിയത്. ഇന്നിപ്പോ എല്ലാവരുമുള്ള സ്ഥിതിക്ക് ലച്ചു ചിലപ്പോ ഒന്നും കഴിച്ചില്ലെന്ന് വരും. പക്ഷെ റോഷ്നി വിട്ടില്ല. കൈയോടെ അവളെ കൂടെ ഇരുത്തി കഴിപ്പിച്ചു. ഹരി പിന്നെ ആ വഴിക്ക് വന്നില്ല. എല്ലാരെയും കണ്ടപ്പോൾ അവൻ പുറത്തേക്ക് പോവാനുണ്ടെന്ന് പറഞ്ഞു മുങ്ങി. അല്ലാതെ എന്ത് ചെയ്യാനാ? കല്യാണം കഴിഞ്ഞതിന് പിറ്റേന്ന് 11 മണിക്ക് ശേഷം എഴുന്നേറ്റ് വന്ന മുന്നിലുള്ളവരെയൊക്കെ അഭിമുഖീകരിക്കാൻ കഴിയണ്ടേ? അവരുടെയൊക്കെ ഇടയിൽ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള മടി കൊണ്ടാണ് അവൻ പുറത്തേക്ക് പോയത് തന്നെ. താഴെ പെങ്ങളും അളിയനും മാത്രമല്ലേ കാണും എന്നൊരു പ്രതീക്ഷയിൽ ഇറങ്ങി വന്നവരാണ്. പക്ഷേ അളിയന് പകരം മറ്റു പലരുമായിരുന്നെന്ന് മാത്രം. മുകളിൽ നിന്ന് കൂടെ ഉയർത്തി ഇറങ്ങി വന്നിരുന്നു. തുള്ളിച്ചാടി അടുക്കളയിൽ പോയിരുന്നു. അവൾക്ക് പിന്നെ അങ്ങനെയൊന്നും പ്രശ്നമില്ലാത്തത് കൊണ്ട് ഹരിക്ക് ടെൻഷനില്ല. റയാൻഷ് വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എന്നും ഇല്ലാത്ത വിധം വീട്ടിൽ ഒരനക്കവും ബഹളവും ഉണ്ട്. ലച്ചുവിന്റെ ചിരിയാണ് അവർക്ക് കേൾക്കുന്നത്. ആ ചിരി കേട്ട് ചുണ്ടിൽ വിരിഞ്ഞ ചെറു ചിരിയോടെ റയാൻഷ് അകത്തേക്ക് കയറിയത്. പക്ഷെ അകത്തേക്ക് കയറിയതും അവന്റെ ചിരി മാഞ്ഞു. സെറ്റിലിരിക്കുന്ന ലച്ചു, അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിരിക്കുന്ന ഹരിയും റോഷ്നിയും. രണ്ടുപേരും കൂടെ ലച്ചുവിന്റെ ടോപ്പിന് പുറത്തുകൂടെ അല്പം വീർത്ത് നിൽക്കുന്ന വയറിൽ തലോടിക്കൊണ്ട് പരസ്പരം കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീ, റയാൻഷ് ഇത്തിരി ഗൗരവത്തിൽ വിളിച്ചു. 3 പേടയും നോട്ടം ഒരുപോലെ ഡോറിന്റെ ഭാഗത്തേക്ക് നീണ്ടു. 3 പേടയും നോട്ടം കണ്ടപ്പോൾ റയാൻഷും ഒന്ന് പരങ്ങി. പറയാൻ വന്നത് പറയാതെ അവൻ അവിടെ അടുത്തേക്ക് നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്കൂർ ഉറങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? പോയി കിടന്നുറങ്ങിക്കൂടെ? റയാൻഷ് ഗൗരവത്തിൽ പറയുമ്പോഴും ലച്ചുവിൽ ചിരിയാണ്. ഇതുപോലൊരു കുശുവിനെ ലോകത്ത് വേറെ എവിടെയും കണ്ടിട്ടില്ലെന്ന പോലൊരു ചിരി. ഇപ്പൊ ഭക്ഷണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാൻ പറ്റില്ല, കുറച്ചു നേരം ഇരുന്നിട്ട് പോവാം. റോഷ്നി വിട്ടില്ല. ഹരി അവന്റെ 2 കൈകൾ കൊണ്ടും ലച്ചുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ ടോപ്പിന് മുകളിൽ കൂടെ ഉന്തി നിൽക്കുന്ന വയറിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു. ലച്ചുവിനെ നോട്ടം റയാൻഷിനെ നിരച്ചെന്നും. റയാൻഷ് ഒരു കല്ലിച്ച ഭാവത്തോടെ അവളുടെ അടുത്തേക്കിരുന്നു. കുഞ്ഞാ, മാമയുടെ കണ്ണ, വാത്സല്യത്തോടെ പറയുന്നതിനൊപ്പം ഹരി റയാൻഷിനെ ഒന്ന് നോക്കി. ആ മുഖം ഒന്ന് കാണാം. അവന്റെ കുഞ്ഞ് ജനിച്ച് അവനൊന്ന് കാണാനോ എടുക്കാനോ കൊടുക്കാതെ സ്വന്തം കയ്യിൽ പിടിച്ചു വെക്കുമ്പോഴുള്ള എന്ത് ഭാവമാണോ അതുപോലൊരു ഭാവം. നാളെ കുഞ്ഞ് ജനിച്ചുള്ള അവസ്ഥ ആലോചിച്ച് ഹരിക്ക് ഇപ്പൊ തന്നെ തല പെരുത്തു. കുഞ്ഞാ, മാമയുടെ കണ്ണ. ഹരി പറഞ്ഞ പോലെ ആ വയറിലൊന്നും ഒത്തിക്കൊണ്ട് റോഷ്നിയും പറഞ്ഞു. ലച്ചു ആണെങ്കിൽ 2 കൈകളും അവിടെ 2 പടയും തലയിൽ തലോടിക്കൊണ്ട് ഒരു ചീരോടെ ഇരിക്കുകയാണ്. അപ്പം ഇരിക്കുന്നവനാണെങ്കിൽ വേറെ എങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. എടാ കുഞ്ഞാ, നീ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? റയാൻഷിനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി ഹരി മനഃപൂർവ്വം വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എടാ, ആണെന്ന് നിങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചോ? എടാ വിളിച്ചിട്ട് സംസാരിക്കുന്നത് കേട്ട് ഒടുവിൽ ക്ഷമ നശിച്ച പോലെ റയാൻഷ് ചോദിച്ചു. ആണായാലും പെണ്ണായാലും ഞങ്ങൾ ഡാന്ന് വിളിക്കാം. നീ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ? ഹരി പറയുമ്പോൾ റയാൻഷിന് ലച്ചിന് നോക്കി. ഒരു ചെറു ചീരടെ ഇരിക്കുന്നുണ്ട്. റയാൻഷ് പിന്നെയൊന്നും നോക്കാതെ അവളുടെ മടിയിലേക്ക് കിടന്നു. അവന്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്താകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഹരിയും റോഷ്നിയും ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റും.
റയൻഷ് ലച്ചുവിന്റെ ടോപ്പ് ഒരൽപ്പം പൊക്കിക്കൊണ്ട് അവന്റെ മുഖം അങ്ങോട്ട് അമർത്തി ടോപ്പ് താഴ്ത്തിയിട്ടു. പപ്പയുടെ മോളാ, പപ്പയുടെ സ്വത്താണ് പപ്പയുടെ മോള്. പതിയെ ചുണ്ടുകളൊന്ന് അനക്കി ആ നഗ്നമായ വയറിൽ അവനൊന്ന് മുത്തി. ലച്ചു കണ്ണുകടച്ച് സെറ്റിയിലേക്ക് ചാരിയിരുന്നപ്പോൾ ഹരിയും റോഷനെയും മുകളിലേക്ക് എത്തിയിരുന്നു. ലച്ചു മുഖം ചെരിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി. റോഷനെ കയ്യിൽ കോരി എടുത്തുകൊണ്ട് അവസാന സ്റ്റെപ്പും കയറുന്ന ഹരിയെ നോക്കിക്കൊണ്ട് ലച്ചു ഒരു ചീരിയുടെ റയാൻഷിന്റെ പുറം നുള്ളിയെടുത്തു. ഔ! ലച്ചു നുള്ളിയെടുത്ത ഭാഗം മുഴിഞ്ഞുകൊണ്ട് റയാൻഷ് അവളുടെ മുഖത്തേക്ക് നോക്കി. കിച്ചുവേണ് എന്തിന്റെ കേടാ? നമ്മളൊരു അച്ഛനും അമ്മയും ആവുന്നത് പോലെ അവർ രണ്ടുപേരും ഒരു മാമനും ആന്റിയും ഒക്കെ ആവാൻ പോരെ. അതിന്റെ സന്തോഷം വേറെയല്ലേ? ആരൊക്കെ ഇപ്പൊ കുഞ്ഞിനോട് സംസാരിച്ചാലും കുഞ്ഞിന് കിച്ചുവേടം കഴിഞ്ഞ് ആരുണ്ടാകും? ലച്ചു അവന്റെ മീശയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല. ചില കുട്ടികൾ കാണാൻ അമ്മാവന്മാരെ പോലെ ഉണ്ടാവും. അവർ കൂടുതൽ അടുപ്പം കാണിക്കുന്നതും അമ്മാവന്മാരോടാകും. ഇവിടെയും അങ്ങനെ സംഭവിക്കോ എന്നെനിക്ക് ചെറിയ പേടിയുണ്ട്. നിന്റെ കോട്ടൻ ആളെ കയ്യിലെടുക്കാൻ മിടുക്കരാ. റയൻഷ് പറയുമ്പോൾ ലച്ചു അവനെ തുറച്ചു നോക്കി. അങ്ങനെയൊക്കെ പറയാൻ പറ്റും? ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കോ? പറയോ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും മാറും. അവർ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പൊസിഷനും മാറി മറിഞ്ഞ് വേറെ ആളാകും. എനിക്ക് എന്റെ കുഞ്ഞ് എന്നെ പോലെ തന്നെ വേണം. കാണാനും സ്വഭാവം സംസാരവും ഒക്കെ എന്നെ പോലെ തന്നെ വേണം. ഈ ലോകത്തിൽ എന്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടം എന്നോട് തന്നെ വേണം. റയൻഷ് ഉറപ്പിച്ചു പറയുമ്പോൾ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന പോലെ ലച്ചു കണ്ണുകളടച്ച സെറ്റിയിലേക്ക് ചാതി നേരെയിരുന്നു. റയൻഷ് വീണ്ടും മുഖം നഗ്നമായി ലച്ചിന്റെ വയറിലേക്ക് മുട്ടിച്ചുകൊണ്ട് കുഞ്ഞിനോട് ഓരോന്നും സംസാരിച്ചു തുടങ്ങി. നീ എന്തിനാ ഓരോന്നും പറഞ്ഞ് ഏട്ടനെ പിരികേറ്റുന്നത്? ഇതൊക്കെ ഏട്ടൻ തിരിച്ചു ചെയ്യും. ബെഡിലേക്ക് മലർന്നു വീണ റോഷ്നി ഡോർ അടച്ചിട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി അടുത്തേക്ക് വരുന്നവനെ നോക്കി ചോദിച്ചു. അതിനെന്താ, തിരിച്ചു തന്നോട്ടെ. എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. നിന്റെ ഏട്ടന്റെ തല തെറിച്ച സ്വഭാവം കുശുമ്പൊന്നും എനിക്കില്ല. എസിയുടെ റിമോട്ട് എടുത്ത് ഓണാക്കി കണ്ട റോഷ്നിയുടെ കാലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഹരി അവളിലേക്ക് അമർന്ന് കിടക്കുമ്പോൾ പറഞ്ഞു. എന്താണ് മോനെ ഹരിക്കുട്ട, ഒരു ഇടക്കമൊക്കെ? റോഷ്നി അവന്റെ മുഖത്തോടെ വിരൽ ഓടിച്ചോടി ചോദിച്ചു. ഇന്നലെ രാത്രിയിലെ ഇരുട്ടിലൊരു ഫസ്റ്റ് നൈറ്റ്, ഇന്ന് പകലെ വെളിച്ചത്തിലൊരു ഫസ്റ്റ് മോർണിംഗ്. ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തിയതും റോഷ്നി അവന്റെ ഇളം പിങ്ക് നിറമുള്ള ചുണ്ടിലേക്ക് അവളെ ലൈറ്റ് ചുവന്ന നിറമുള്ള ചുണ്ടിനെ മുട്ടിച്ചു കഴിഞ്ഞിരുന്നു. ഹരിയും റോഷ്നിയും കാറിൽ കയറുമ്പോൾ ഒന്നിടെ തിരിഞ്ഞു നോക്കി. ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന റയൻഷ് റോഷ്നി ചുണ്ടൊന്ന് കോട്ടി അവരിൽ നിന്ന് നോട്ടം മാറ്റി കാറിലേക്ക് കയറി. രണ്ടും കൂടെ ഹണിമൂൺ പോവുകയാണ്. റയാൻഷിനെയും ലച്ചുവിനെയും കൂടെ വരാൻ വിളിച്ചിട്ടും അവർ രണ്ടുപേരും പോവാത്തിന് ദേഷ്യമാണ് പെണ്ണിന്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് പോയിട്ട് വരാമെന്നുള്ളതുകൊണ്ട് വേഗം പോവുകയാണ്. പോയിട്ട് വരാം. ഒരിക്കൽ കൂടെ രണ്ടാളോടും പറഞ്ഞുകൊണ്ട് ഹരി കാറിലേക്ക് കയറി. അവിടെ കാർ കണ്ണിൽ നിന്നും മറിഞ്ഞതും റയാൻഷ് ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ലച്ചു വാതിലടച്ച് ലോക്കാക്കി അകത്തേക്ക് കയറുമ്പോൾ റയാൻഷ് ഹാളിലെ സെറ്റിൽ എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടെ കിടന്നോടെ, സമയം 5 ലച്ചുവിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറയുമ്പോൾ റയാൻഷ് മുഖമുയർത്തി ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ കൈ നീട്ടി അവളുടെ ഇടുപ്പിലൂടെ ഫ്ലൈറ്റ് നെഞ്ചിന്റെയും വയറിന്റെയും ഭാഗത്ത് അവന് മുഖം അമർത്തി. നമ്മൾ ഹണിമൂണൊന്നും പോയില്ലല്ലോ, നിനക്കതിൽ സങ്കടമുണ്ടോ? ഇത് തന്നെയാകും അവന്റെ ഉള്ളിൽ നിന്ന് അറിയാവുന്നത് കൊണ്ട് ലച്ചുവിന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ലല്ലോ നമ്മൾ. നമുക്ക് സമയം സന്ദർഭം ഒന്നും ഒത്തുവന്നില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയി തുടങ്ങിയപ്പോൾ നമുക്കിടയിൽ പുതിയ ഒരാളും കൂടെ വന്നു. ഇനി കുറച്ചു കാലം ഇങ്ങനെ പോട്ടെ. ലോങ് ഡ്രൈവ് ഒന്നും എനിക്ക് ഈ സമയം പറ്റാത്തത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ കുഞ്ഞെ പിണക്കാതെ നമ്മളും അവിടെ കൂടെ പോകുമായിരുന്നല്ലോ. അത് നടക്കില്ലല്ലോ, അതുകൊണ്ടല്ലേ. സാരില്ല, നമുക്ക് ബേബി വന്നിട്ട് ഒരുമിച്ച് വേറെ വലിയൊരു ട്രിപ്പ് പോവാം. ചിരിയോടെ ലച്ചു അവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ റയൻഷ് മുഖം ഉയർത്തി ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. കുറച്ചു നേരം കൂടെ കിടന്നാലോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ലച്ചു പറഞ്ഞതും റയൻഷ് അവളിൽ നിന്നും അകന്നു മാറി ലച്ചുവിനെ കയ്യിലെടുത്തുകൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നു. രണ്ടും കൂടെ പിന്നെ എഴുന്നേറ്റത് ഒരു 8 മണിയൊക്കെ ആയിട്ടാവും. ലച്ചു എഴുന്നേറ്റ് കുളിച്ചു മാറ്റി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചി ജോലിയൊക്കെ ചെയ്ത് തീർത്തിച്ചുണ്ട്. വീട്ടുജോലി മൊത്തം ചെയ്യും. അടുക്കള പണി, പുറം പണിയും മകം പണിയും, അങ്ങനെ മൊത്തം പണിയെടുക്കും. വൈകുന്നേരമേ പോകും. കാപ്പി കുടിച്ച കുഞ്ഞെ? ഫ്ലാസ്കിൽ പകർന്നു വെച്ച കാപ്പി ഒരു കയ്യിലേക്ക് ഒഴിച്ചുകൊണ്ട് ആ ചേച്ചി പറഞ്ഞു. ലച്ചു ഗ്ലാസ് കയ്യിൽ പിടിച്ചു വന്നതല്ലാതെ കുടിക്കാനൊന്നും പോയില്ല. കുടിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ട് അവൾക്ക്. എന്തോ വയറിൽ നിന്നും ഉരുണ്ടു വരുന്ന പോലെ. എന്തു വന്നാലും വീട്ടിൽ നിന്ന് കരുതി ലച്ചു ഗ്ലാസ് ചുണ്ടോട് മുട്ടിച്ച് ഒരിറക്ക് കുടിച്ചു. അതോടെ വയറിൽ നിന്നും എന്ത് മുകളിലേക്ക് കയറി വന്നു. അടുക്കളയിലെ വാഷ് ബേസിലേക്ക് ലച്ചു ഛർദ്ദിച്ചു. ആദ്യത്തെ അന്താളിപ്പിന് ശേഷം അതെല്ലാം കണ്ടു നിൽക്കുന്ന ചേച്ചി ലച്ചുവിന്റെ മുതുകിൽ പതി തഴുകി തലോടി കൊടുത്തു. കഴിക്കുന്നു. ഒരു മഞ്ഞവെള്ളം വയലിൽ നിന്ന് പോകുന്നതും വയൽ നിറഞ്ഞു നിൽക്കുന്ന കയ്പും സഹിക്കാൻ കഴിയാതെ ലച്ചു പറഞ്ഞു. വല്ലപ്പോഴും ഒന്ന് ഛർദ്ദിക്കുമെങ്കിലും രാവിലെ വെറും വയറ്റിൽ ഇതുപോലെ ഒരു ഛർദി ആദ്യമായാണ്. രാവിലെ വയർ കാളിയിട്ടാണ് ഇങ്ങനെ ഛർദ്ദിക്കുന്നത്. ഈ നേരം ഛർദ്ദിക്കുമ്പോൾ കയ്പ് തോന്നും. പേടിക്കാനൊന്നുമില്ല. ലച്ചുവിന്റെ മുതുകിൽ തലോടിക്കൊണ്ട് ആ ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ നോക്കാനോ ആരുമില്ലല്ലോ. അമ്മയില്ല, ചേച്ചിയില്ല, ആരും കൂടെ ഇല്ല. ലച്ചുവിനുള്ള സഹതാപം അവിടെ കണ്ണുകളിൽ നിറഞ്ഞു. ലച്ചു വാ കഴുകി മുഖം കഴുകി നേരെ നോക്കിയത് അടുക്കള വാതിൽക്കിൽ നിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുന്ന റയാൻഷിന്റെ മുഖത്തേക്കാണ്. അവന്റെ മുഖം ചുവന്നിട്ടുണ്ട്, കണ്ണുകൾ കലങ്ങി ചുവന്നിട്ടുണ്ട്. വയറ്റിൽ ഒന്നുമില്ലാത്തത് കൊണ്ടാണത്രേ ഛർദ്ദിച്ചത്. എന്തെങ്കിലും കഴിക്കാലേ. നേരത്തെ കുടിച്ചു വെച്ച ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് റയാൻഷിന്റെ അടുത്തേക്ക് നടന്നു. അവരൊന്നും മിണ്ടാതെ ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ഓഫീസിലേക്ക് പോവാൻ റെഡിയായി ഇറങ്ങിയതാണ് അവൻ. കിച്ചുവിന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഒന്നും മിണ്ടാതെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സെറ്റിൽ ഇരുന്നവന്റെ മുഖത്തേക്ക് നോക്കി ലച്ചു ചോദിച്ചു, നമുക്ക് ഹരിയും കുഞ്ഞിയും വരുന്നത് വരെ വീട്ടിൽ പോയി നിന്നാലോ? പെട്ടെന്ന് റയാൻഷ് അങ്ങനെ ചോദിച്ചതും ലച്ചു അവനെ മനസ്സിലാവാതെ നോക്കി. അവര് പോയാലെന്ത്, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ അടിച്ചു പൊളിക്കാലോ എന്ന് ഇന്നലെ രാത്രി കൂടെ പറഞ്ഞവനാണ് ഇങ്ങനെ ഒരു ചോദ്യം പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കിച്ചുവേട്ടാ. ഛർദിയൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതല്ലേ, അതിൽ ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ അടിച്ചു പൊളിക്കാം. അത് വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ നിന്നെ നേരെ വീട്ടിലേക്കാക്കി തരാം. വേഗം റെഡിയാവ്. ഹരിയും കുഞ്ഞിയും തിരിച്ചു വരുമ്പോൾ നമുക്ക് വരാം. ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ട. അവിടെ ആകുമ്പോൾ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അമ്മയുണ്ടല്ലോ. റയാൻഷ് ഉറപ്പിച്ചു പറഞ്ഞു. അതിൽ നിന്ന് അവൻ ഇനി അങ്ങോട്ടിങ്ങോട്ടോ ഇല്ലെന്ന പോലെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് ലച്ചുവിന് മനസ്സിലായി. തർക്കിക്കാനൊന്നും പോയില്ല. അവൻ പറഞ്ഞത് സമ്മതിച്ചു കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ ശേഷം ലച്ചു പോയി ഡ്രസ്സ് മാറ്റി വന്നു. എല്ലാവരുടെയും കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ ലച്ചുവിനും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞി ഇവിടെ ഉള്ളത് കൊണ്ട് അവളുടെ അടുത്തുനിന്ന് മാറാതെ നിന്നു മാത്രം. പോകുമ്പോൾ അപ്പുറത്ത് പോയി പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയത്. ലച്ചുവിനെ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൻ വിളിച്ച് സുഭദ്രയുടെ കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് വീടിന്റെ ഉമ്മർത്ത് തന്നെ സുഭദ്ര ഉണ്ടായിരുന്നു. മോളെ ലച്ചു കാറിൽ നിന്നും ഇറങ്ങിയതും സുഭദ്ര ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഒരു മൊത്തം കൊടുത്തിരുന്നു. വിശേഷമുണ്ടെന്നറിഞ്ഞ ശേഷം സുഭദ്രയ്ക്ക് ലച്ചുവിനെ അങ്ങനെ കയ്യിൽ കിട്ടിയില്ല. അവളെപ്പോഴും അവളുടെ വീട്ടിലായിരുന്നു. സുഭദ്രയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയോ അവരുടെ അടുത്ത് നിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഒന്നുമല്ല, ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞുള്ള മനസ്സ് വിഷമിപ്പിക്കോ എന്നാലോചിച്ചുകൊണ്ടാണ് റയാൻഷ് അവളെ നിർത്താത്തത്. അതറിയുന്നത് കൊണ്ട് തന്നെയാണ് സുഭദ്ര അവളോട് ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കാത്തതും. എന്നാൽ ഞാൻ പോട്ടെ, വൈകിട്ട് വരാം. ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കണം, വെള്ളം കുടിക്കണം, ഞാൻ വിളിക്കാം. അതും പറഞ്ഞുകൊണ്ട് റയാൻഷ് വണ്ടി തിരിച്ച് ഓഫീസിലേക്ക് പോയി. ലച്ചുവും സുഭദ്രയും കൂടെ അകത്തേക്ക് കയറുകയും കൂടെ ചെയ്തു. ലച്ചുവിനെ കണ്ടതും ആരുടെ മുഖത്തും യാതൊരു ഇഷ്ടക്കേടും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. സുഭദ്ര അവൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ഇഷ്ടത്തോടെ ചെയ്തു കൊടുത്തു. കഴിക്കാൻ ആഗ്രഹമുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ലച്ചുവിന് സന്തോഷമായി. അമ്മയ്ക്ക് അമ്മ തന്നെ വേണം, അതിനെ പകരം വെക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. ഇവിടെ സുഭദ്ര അമ്മായിയമ്മയായിട്ടല്ല, അമ്മയായിട്ടാണ് അവളുടെ കൂടെ നിന്നത്.